തുടർച്ചയായ ഒളിയാക്രമണങ്ങൾക്കും നേരിട്ട തിരിച്ചടികൾക്കുമൊടുവിൽ ഇസ്രയേലിനോട് നേരെ നിന്ന് പോരാടാൻ തന്നെ ഹിസ്ബുള്ള തയ്യാറാവുന്നു. കണക്കുകൾ തീർക്കാനുള്ള പോരാട്ടം ആരംഭിച്ചിരിക്കുന്നുവെന്നാണ് ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയീം ഖാസം ഞായറാഴ്ച പ്രഖ്യാപിച്ചത്. ഏത് സൈനിക ആക്രമണങ്ങളെയും നേരിടാൻ തങ്ങൾ ഒരുക്കമാണെന്നും ഹിസ്ബുള്ള വ്യക്തമാക്കി. പോയ വാരം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് വലിയ ആക്രമണങ്ങളാണ് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും ഉണ്ടായത്. ഇതിൽ വെള്ളിയാഴ്ച തെക്കൻ ബെയ്റൂട്ടിലുണ്ടായ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെട്ടിരുന്നു. നിരവധി ലെബനൻകാർക്കും ജീവൻ നഷ്ടമായി. ഹിസ്ബുള്ളയുടെ പേജറുകളും വാക്കി ടോക്കികളും കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് ലോകത്തെ ആകെ ഞെട്ടിച്ചു. പൊട്ടിത്തെറിയിൽ 42 പേർ കൊല്ലപ്പെട്ടതായും 3000 പേർക്ക് പരിക്കേറ്റതായുമാണ് കണക്കുകൾ. 2023 ഒക്ടോബർ 8 മുതൽ ഇടതടവില്ലാതെ ചെറു ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാറുണ്ടെങ്കിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് യുദ്ധസമാന സാഹചര്യത്തിലേക്ക് സംഘർഷം നീണ്ടത്. തിരിച്ചടികൾക്ക് മറുപടിയായി അതിശക്തമായ ആക്രമണങ്ങളാണ് ഞായറാഴ്ച രാവിലെ മുതൽ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നടത്തുന്നത്. വടക്കൻ ഇസ്രായേലിലെ ഹൈഫയിലുള്ള 2 പ്രധാന കേന്ദ്രങ്ങൾ ഹിസ്ബുള്ള ആക്രമിച്ചു. തെക്ക് കിഴക്കുള്ള റെമാത്ത് ഡേവിഡ് എയർബേസും വടക്കുള്ള റഫേൽ മിലിറ്ററി ഇൻഡസ്ട്രിയൽ മേഖലയുമാണ് ആക്രമിച്ചത്. 2006 മുതൽ ഇരുവർക്കുമിടയിലുണ്ടായ ആക്രമണങ്ങളിൽ ഹിസ്ബുള്ള നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസത്തേതെന്നാണ് വിലയിരുത്തൽ. ഫാദി 1, ഫാദി 2 എന്നീ പുത്തൻ മീഡിയം റേഞ്ച് മിസൈലുകളാണ് ഹിസ്ബുള്ള ഉപയോഗിച്ചത്. ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന സ്ഥിരീകരിച്ചു. 100 കണക്കിന് മിസൈലുകൾ ഹൈഫയിലെ ജനവാസ മേഖലകളിലടക്കം പതിച്ചുവെന്നാണ് IDFന്റെ സ്ഥിരീകരണം. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ ഇസ്രായേലിലെ ആശുപത്രികളിൽ നടക്കാനിരുന്ന ശസ്ത്രക്രിയകളെല്ലാം റോക്കറ്റുകളെ തടയാൻ ശേഷിയുള്ള ആശുപത്രികളിലേക്ക് മാറ്റാൻ ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഹൈഫയിലെ റാംബം ആശുപത്രിയിലെ രോഗികളെ അവിടുത്തെ ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതായാണ് റിപ്പോർട്ടുകൾ. ഹിസ്ബുള്ളയുടെ ആക്രമണം കനത്തതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നിലപാട് കടുപ്പിച്ചു. ഒരു രാജ്യവും തങ്ങളുടെ ജനങ്ങളുടെ നേർക്കുള്ള ആക്രമണങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല. ഇസ്രായേലും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹിസ്ബുള്ളയ്ക്ക് തിരിച്ചടികളിലൂടെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതിൽ നിന്നും പാഠം പഠിച്ചില്ലെങ്കിൽ പഠിക്കും വരെ ആക്രമണം തുടരുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചു. പടിഞ്ഞാറൻ ലെബനനിലും തെക്കൻ ലെബനനിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതായാണ് പുതിയ റിപ്പോർട്ടുകൾ. യുദ്ധവിമാനങ്ങൾ 80 എയർ സ്ട്രൈക്കുകൾ നടത്തിയെന്നാണ് ലെബനൻ ദേശീയ ന്യൂസ് ഏജൻസി NNA റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശത്തും ഇസ്രായേലി മിസൈലുകൾ പതിച്ചതായും NNA പറയുന്നു. ഹിസ്ബുള്ള ഇസ്രായേൽ പോരാട്ടം കനത്തതോടെ ഉടൻ ഇസ്രായേൽ വിടാൻ പൗരന്മാരോട് ചൈനീസ് അധികൃതർ ആവശ്യപ്പെട്ടു. ഒന്നുകിൽ രാജ്യം വിടണം, അല്ലെങ്കിൽ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്നാണ് ചൈന നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു വശത്ത് ഹിസ്ബുള്ളയും മറുവശത്ത് ഹമാസും പോർമുഖം തുറക്കുമ്പോൾ മേഖലയിലെ സംഘർഷം കൈവിടുമെന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങളും. ഇവർക്കൊപ്പം ഇറാനും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഏതായാലും ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ നൽകുന്ന സൂചന.